പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം. യേശുവിന്റെ ഒരു യവന അനുയായിയായിരുന്നു തീത്തോസ്. വർഷങ്ങളോളം പൗലോസിന്റെ യാത്രകളിലെ വിശ്വസ്തനായ സഹയാത്രികനുമായിരുന്നു. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ പൗലോസിനെ സഹായിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൽ പൗലോസ് അവനെ ഗ്രീസിന്റെ തീരപ്രദേശത്തെ ഒരു വലിയ ദ്വീപായ ക്രേത്തയിലേക്ക് ഭവനസഭാ കൂട്ടായ്മകളുടെ ക്രമം പുനഃസ്ഥാപിക്കുവാൻ പോകുവാനുള്ള ചുമതല ഏൽപ്പിച്ചതായി നാം കാണുന്നു. എന്നാൽ ക്രേത്തരുടെ സംസ്കാരം പുരാതന ലോകത്തിൽ കുപ്രസിദ്ധമായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ കള്ളം പറയുന്നവൻ എന്നതിന് ഒരു പദമായിരുന്നു ക്രേറ്റിഡ്സോ, ഒരു ക്രേത്തനാകുക. വിശ്വാസവഞ്ചനയ്ക്കും അത്യാഗ്രഹത്തിനും കുപ്രസിദ്ധരായിരുന്നു ഈ ജനങ്ങൾ. ഈ ദ്വീപിലെ ഭൂരിഭാഗം പുരുഷന്മാരും വലിയ ലേലം കൊള്ളുന്നവന്റെ കൂലിപ്പടയാളികളായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ ദ്വീപിലെ പട്ടണങ്ങൾ സുരക്ഷിതമല്ലാത്തതും അക്രമങ്ങളാൽ ബാധിച്ചതും ലൈംഗിക അഴിമതി നിറഞ്ഞതായും അറിയപ്പെട്ടതായിരുന്നു. എന്നിരുന്നാലും ക്രേത്ത ദ്വീപിന് ധാരാളം തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. പുരാതന മെഡിറ്ററേനിയൻ കടലിലുള്ള എല്ലാ പട്ടണങ്ങൾക്കും അവർ സേവനം നൽകി. അതുകൊണ്ട് പൗലോസിന്റെ ചിന്താഗതിയിൽ സഭകളുടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമായിരുന്നു ക്രേത്ത. ഇപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ അറിയില്ല. എങ്കിലും ഈ സഭകൾ എങ്ങനെയോ ക്രേത്തയിലെ ദുഷിച്ച നേതാക്കന്മാരുടെ അധീനതയിലായി. അവർ ക്രൈസ്തവർ ആയിരുന്നുവെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ സഭകളെ നശിപ്പിക്കുകയായിരുന്നു. അതിനാൽ അവിടെ പോകുവാനും കാര്യങ്ങൾ നേരെയാക്കുവാനും പൗലോസ് തീത്തോസിനെ നിയോഗിച്ചു. അതിനുള്ള നിർദ്ദേശങ്ങൾ ഈ ലേഖനം നൽകുന്നു. ഇതിന്റെ രൂപകൽപ്പന വളരെ വ്യക്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ആമുഖത്തിനു ശേഷം പൗലോസ് തീത്തോസിന് സഭയിലുള്ള തന്റെ കർത്തവ്യങ്ങളുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നീട് അവൻ സുവിശേഷം മൂലം ക്രേത്തരുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ കുടുംബത്തിനെക്കുറിച്ചും പുതിയ മാനവികതയെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ചില അഭിവന്ദനങ്ങളോടെ പൗലോസ് തന്റെ ലേഖനം നിർത്തുന്നു. ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ അവന്റെ സന്ദേശം നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ് എന്ന് തീത്തോസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗലോസ് മുഴുവൻ കാര്യങ്ങളും ആരംഭിക്കുന്നു. ഈ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ എന്നത് യേശു മശിഹായിലൂടെ ഇപ്പോൾ ആരംഭിക്കുന്ന പുതിയ സൃഷ്ടിയുടെ ജീവനാണ്. ഭോഷ്ക് പറയാത്ത ദൈവത്താൽ ഈ പ്രത്യാശ വളരെ നാളുകൾക്ക് മുൻപേ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ചെറിയ പ്രാരംഭ വ്യാഖ്യാനം ലേഖനത്തെ ആസ്പദമാക്കി ഒരു പ്രധാന ചിന്താവിഷയം അവതരിപ്പിക്കുന്നു. ക്രൈസ്തവ ദൈവമായ യേശുവിനെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവർ കണ്ടുവളർന്ന യവനദേവന്മാരുടെ, വിശേഷാൽ അവരുടെ പ്രധാന ദേവനായ സിയൂസിന്റെ ആശയങ്ങളുമായി കൂട്ടിക്കലർത്തിയത് ക്രേത്ത സഭയിലെ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു. സിയൂസ് യഥാർത്ഥത്തിൽ അവരുടെ ദ്വീപിൽ ജനിച്ചതാണെന്ന് ക്രേത്തരായ ജനങ്ങൾ അവകാശപ്പെട്ടു. അതിനാൽ ഗൂഢകഥാപാത്രമായ സിയൂസിനെക്കുറിച്ചുള്ള കഥകളും പുരാണങ്ങളും പറയുവാൻ അവർ ഇഷ്ടപ്പെട്ടു. അവൻ സ്ത്രീകളെ വശീകരിക്കുകയും ഭോഷ്ക് സംസാരിച്ചുകൊണ്ട് തന്റെ കാര്യം സാധിക്കുകയും ചെയ്തു. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവം സിയൂസിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്നാണ് പൗലോസ് ഇവിടെ ശരിക്കും വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ അടിസ്ഥാന സ്വഭാവവിശേഷണങ്ങൾ വിശ്വസ്തതയും സത്യവുമാകുന്നു. അതിനർത്ഥം ക്രൈസ്തവ ജീവിത രീതി സത്യത്തെക്കുറിച്ചുള്ളതും ആയിരിക്കും. ഇത് ക്രൈസ്തർക്ക് തികച്ചും ഒരു മാറ്റമായിരിക്കും. പിന്നീട് പൗലോസ് തീത്തോസിന് 2 കർത്തവ്യങ്ങൾ കൊടുക്കുന്നു. അവൻ പറയുന്നു, ആദ്യം ഓരോ സഭാസമൂഹത്തിനും പുതിയ നേതാക്കന്മാരെ നിയമിക്കുക. അവർ മൂപ്പന്മാർ എന്ന് വിളിക്കുന്ന ഒരു സംഘമാണിത്. ക്രേത്ത സംസ്കാരത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ജീവിത രീതിയുള്ള പക്വതയുള്ള ഭർത്താക്കന്മാർ അഥവാ പിതാക്കന്മാരാണ് ഇവർ. സത്യസന്ധതയും യേശുവിനോടുള്ള പൂർണ്ണഭക്തിക്കും ആത്മനിയന്ത്രണത്തിനും മഹാമനസ്കതയ്ക്കും അവർ അറിയപ്പെടണം. വിശേഷാൽ അവരുടെ കുടുംബങ്ങളിലും വലിയ സമൂഹങ്ങളിലും യേശുവിനെക്കുറിച്ചുള്ള സുവാർത്തയെ പഠിപ്പിക്കുവാനും അഭിമുഖീകരിക്കേണ്ട ഈ അഴിമതിക്കാരായ ഉപദേഷ്ടാക്കന്മാർക്ക് പകരക്കാരെ വെക്കുവാനുമാണ് ഈ പുതിയ നേതാക്കന്മാർ. അതാണ് തീത്തോസിന്റെ 2ാമത്തെ കർത്തവ്യം. പരിച്ഛേദനയുള്ളവർ എന്നാണ് പൗലോസ് ഈ ഉപദേഷ്ടാക്കന്മാരെ വിളിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, തങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നുവെന്ന് പറഞ്ഞ വംശീയമായി യഹൂദ ക്രേത്തവരായിരുന്നു ഇവർ. പക്ഷേ ഗലാത്യരുടെ പ്രശ്നങ്ങളെപ്പോലെ ഈ ജനങ്ങൾ യഹൂദരല്ലാത്ത ക്രൈസ്തവരോട് വാസ്തവമായും യഹൂദനായ മശിഹയുടെ അനുയായിയാകുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പരിച്ഛേദന ചെയ്യുവാനും തോറയുടെ നിയമങ്ങൾ പിന്തുടരുവാനും ആവശ്യപ്പെട്ടു. യഹൂദ പുരാണങ്ങളാലും മാനുഷിക കൽപ്പനകളാലും അവർ ഭ്രാന്തന്മാർ ആയിരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നു. ഇതെല്ലാം കൂടാതെ അവർ പണം സമ്പാദിക്കുന്നതിനായി മാത്രമാണ് സഭ നേതൃത്വ കച്ചവടത്തിലുള്ളത്. അതുകൊണ്ട് പൗലോസ് ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ തന്റെ ജനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് തുറന്നു പറയുന്നവനും സത്യസന്ധനും ആയ പുരാതന ക്രേത്ത കവിയായ എപ്പിമെനിഡേസിൽ നിന്നും ഒരു ഉദ്ധരണിയെടുക്കുന്നു. ക്രേത്തർ എല്ലായ്പ്പോഴും കള്ളം പറയുന്നവരും ക്രൂരമായ മൃഗങ്ങളും മടിയന്മാരായ ഭക്ഷണപ്രിയരും ആകുന്നുവെന്ന് അവൻ പറഞ്ഞു. അവർ ശരിയും തെറ്റിനും നല്ലതിനും ദുഷിച്ചതിനും ഇടയിലുള്ള വരികളെ മങ്ങിക്കുന്നു. അവർ പണത്തിനുവേണ്ടി മാത്രമാണ് അകത്തുള്ളത്. അതുകൊണ്ട്
ഈ നേതാക്കന്മാർ തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും അവരുടെ ക്രേത്ത ജീവിത രീതി അതിനെ നിഷേധിക്കുന്നു. അവരെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് പൗലോസിനെ അടുത്ത ഭാഗത്തിലേക്ക് നയിക്കുന്നു. ഈ ദുഷിച്ച നേതാക്കന്മാർ മുഖാന്തരം ഈ സഭകളിലെ അനേക ക്രൈസ്തവർക്ക് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന ഭവനങ്ങളാണുള്ളത്. 3 വ്യത്യസ്ത സമയങ്ങളിൽ ഇവയുടെയെല്ലാം ഫലത്തെക്കുറിച്ച് പൗലോസ് പ്രാധാന്യത്തോടെ പറയുന്നു. യേശുവിനെപ്പറ്റിയുള്ള സന്ദേശം നിന്ദിക്കപ്പെടുകയാണ്. അവരുടെ അക്രൈസ്തവരായ അയൽക്കാർക്ക് ദുഷിച്ച കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുവാൻ ഇപ്പോൾ ഒരു നല്ല കാരണമുണ്ട്. ഇതെല്ലാം രക്ഷകനായ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളെ അനാകർഷമായതും ആരെയും പ്രേരിപ്പിക്കാത്തതും ആക്കുന്നു. അതുകൊണ്ട് യേശുവിനോട് സമർപ്പണമുള്ള ഒരു മാതൃകാ ക്രേത്ത കുടുംബത്തെ പൗലോസ് വരച്ചുകാട്ടുന്നു. ഇത് സത്യസന്ധതയും ആത്മസംയമനവുമുള്ള മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളും ആയിരിക്കും. അതിനാൽ യുവജനങ്ങൾക്ക് മാതൃകയുള്ളവർ ആയിരിക്കാൻ അവർക്ക് കഴിയും. യുവതികൾ വിവാഹം കഴിക്കാതെ ലൈംഗിക ബന്ധങ്ങളിലേക്ക് പോകരുത്. അത് ആ കാലഘട്ടത്തിൽ ക്രേത്തയിലെ ഒരു ഫാഷൻ പോലെയായിരുന്നു. മറിച്ച് അവർ വിശ്വസ്തരായ പങ്കാളികളെ അന്വേഷിക്കണം. അതുമൂലം അവർക്ക് സ്ഥിരതയുള്ളതും ആരോഗ്യകരവുമായ കുടുംബങ്ങളെ എഴുന്നേൽപ്പിക്കാം. യുവാക്കന്മാരും അതുപോലെ ചെയ്യണം. ഉത്പാദനശേഷിയുള്ള ആരോഗ്യമുള്ള പൗരന്മാരായി അവർ അറിയപ്പെടണം. ക്രേത്തയിലെ ക്രൈസ്തവ അടിമകൾ ഒരു പ്രത്യേക നിലയിലായിരുന്നു. സുവിശേഷം മൂലം പൗലോസിന്റെ സഭാസമൂഹത്തിൽ അവരെ തുല്യരായി കണക്കിട്ടു. എന്നിരുന്നാലും ആ തുല്യത തങ്ങളുടെ യജമാനന്മാരെ അനാദരിക്കുവാനുള്ള അനുമതിയായി കണക്കിടുമെന്ന അപകടവുമുണ്ടായിരുന്നു. പിന്നീട് അവ അടിമലഹളകളുമായി ചേരുകയും തുടർന്ന് ക്രൈസ്തവ സന്ദേശത്തെ നിന്ദിക്കപ്പെടുത്തുകയും ചെയ്യും. പൗലോസ് ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. അവൻ വിശ്വസിക്കുന്നു, അത് ക്രേത്തരുടെ സംസ്കാരത്തെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അതിന്റെ വീണ്ടെടുക്കുന്ന ശക്തി പൊതുജനമധ്യത്തിൽ തന്നെത്താൻ തെളിയിക്കണം. സാമൂഹിക പ്രക്ഷോഭങ്ങളിലൂടെയോ നഗരജീവിതത്തിൽ നിന്ന് ക്രൈസ്തവർ അകന്നുപോകുന്നതിലൂടെയോ അത് സംഭവിക്കുവാൻ പോകുന്നില്ല. പൊതുജീവിതത്തിൽ ക്രൈസ്തവർ പൂർണ്ണമായും പങ്കാളികളാകുമ്പോഴും അവരുടെ ജീവിതങ്ങളും ഭവനങ്ങളും പുറമേ സമാനമായി കാണുമ്പോഴും ക്രൈസ്തവ സന്ദേശം ക്രേത്തരിൽ സ്വാധീനം ചെലുത്തും. കാരണം തികച്ചും വ്യത്യസ്തനായ ഒരു ദൈവത്തോടുള്ള ഭക്തി കൊണ്ട് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു മൂല്യവ്യവസ്ഥയോടെയാണ് ക്രൈസ്തവർ ജീവിക്കുന്നതെന്ന് ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം അവരുടെ അയൽക്കാർ മനസ്സിലാക്കും. ആ വ്യത്യാസമാണ് 2-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പൗലോസ് മനോഹരമായി സംഗ്രഹിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതരീതിയെ നയിക്കുന്ന മൂല്യവ്യവസ്ഥ യേശു എന്ന വ്യക്തിയിൽ പ്രത്യക്ഷപ്പെടുകയും അവന്റെ മടങ്ങിവരവിൽ വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മഹാകൃപയാകുന്നുവെന്നും അവൻ പറയുന്നു. തന്റെ ശത്രുക്കൾക്ക് വേണ്ടി അവരെ രക്ഷിച്ച് വീണ്ടെടുക്കുവാൻ, ലജ്ജാകരമായ ഒരു മരണം കൈവരിക്കുവാൻ യേശു തന്റെ മഹിമ ത്യജിച്ചപ്പോൾ ഈ കൃപ പ്രകടമാക്കപ്പെട്ടു. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ മഹാസ്നേഹത്തിന് വിപരീതമായ ദുഷിച്ച ജീവിതരീതികളോട് ഇല്ല എന്ന് പറയുവാൻ ആഹ്വാനം ചെയ്യുന്ന അതേ കൃപയാണിത്. പൗലോസ് പിന്നീട് ക്രൈസ്തവ കുടുംബത്തിൽ നിന്നും പുതിയ മനുഷ്യരായി ക്രേത്ത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പുതിയ ദർശനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. എല്ലാ മനുഷ്യരിലും ക്രൈസ്തവർ മാതൃകയുള്ള പൗരന്മാരായി അറിയപ്പെടണം. ശാന്തരും മഹാമനസ്കതയുള്ളവരും അധികാരികളെ അനുസരിക്കുന്നവരും പൊതുനന്മയെ പിന്തുടരുന്നവരും ആയിരിക്കണം. പക്ഷേ ക്രേത്തർ വളർന്നുവന്ന ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണിത്. എങ്ങനെയാണ് ക്രൈസ്തവർ ഈ വിപരീത സാംസ്കാരിക ജീവിതപാത നിലനിർത്തേണ്ടത്? പൗലോസ് വിശ്വസിക്കുന്നത് ത്രിത്വത്തിൽ ഒന്നായ ദൈവത്തിന്റെ സുവിശേഷത്തിൽ പ്രഖ്യാപിച്ച രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് ഈ ശക്തിയുടെ സ്രോതസ്സെന്ന് മനോഹരമായൊരു കാവ്യത്തിലൂടെ അവൻ ഇതിനെ മനസ്സിലാക്കി തരുന്നു. നമ്മൾ എപ്രകാരമായിരുന്നെങ്കിലും ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണ് നമ്മെ രക്ഷിച്ചത്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം ജനത്തെ വീണ്ടും ജനനത്തിന്റെ കഴുകലിലൂടെ പുതുക്കി അവന്റെ മുമ്പാകെ ശരിയായി പ്രഖ്യാപിക്കുവാൻ യേശുവിലൂടെ അവനൊരു മാർഗം ലഭ്യമാക്കി. ഇതെല്ലാം നിത്യജീവനെ തുറന്നു തരുന്നു. അതായത് പുതിയ സൃഷ്ടിയിൽ ഒരു പുതിയ ഭാവി. ഈ ജീവിക്കുന്ന കഥ വളരെ ശക്തിയേറിയതാണ്. ഇതിന് ഒരു പുതിയ തരത്തിലുള്ള ജനത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. യേശുവിന്റെ ഉപദേശങ്ങളോടുള്ള ആത്മശക്തിയോടുകൂടിയ വിശ്വസ്തത ദൈവത്തിന്റെ കൃപയെ ക്രേത്ത ദ്വീപിലും ലോകത്തെല്ലായിടവും പ്രസിദ്ധമാക്കും. തീത്തോസിനെ പിന്തുണയ്ക്കുവാൻ അർത്തെമാസിനെയോ തിഹിക്കോസിനെയോ അയക്കാമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് പൗലോസ് ഉപസംഹരിക്കുന്നു. അങ്ങനെ ലേഖനം അവസാനിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം പൗലോസിന്റെ സുവിശേഷ പ്രചാരണ തന്ത്രത്തെ കാണിക്കുന്നു. സഭ അവരവരുടെ സമൂഹങ്ങളിൽ രൂപാന്തരണത്തിന്റെ വക്താക്കളാകണം. ഒരു സാംസ്കാരിക യുദ്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയോ ക്രേത്തരുടെ ജീവിതരീതിയുമായി കൂടിച്ചേരുന്നതിലൂടെയോ ഇത് സംഭവിക്കുകയില്ല. മറിച്ച് ക്രേത്തരുടെ സംസ്കാരത്തിൽ ബുദ്ധിപൂർവം പങ്കാളികളാകുവാൻ അവൻ ആഹ്വാനം ചെയ്യുന്നു. അഴിമതി എന്താണോ അത് അവർ ഉപേക്ഷിക്കണം. പക്ഷേ നല്ലതെന്താണോ അത് സ്വീകരിക്കുകയും വേണം.
അവർ സമാധാനപരമായും യേശുവിനായി സമർപ്പിച്ച പൊതുനന്മയ്ക്കായി ജീവിക്കുവാൻ പഠിക്കുകയാണെങ്കിൽ അവന്റെ ശബ്ദത്തിൽ ക്രൈസ്തവർ രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശത്തിന്റെ ഭംഗിയെ പ്രദർശിപ്പിക്കും. ഇതാണ് തീത്തോസിനെഴുതിയ ലേഖനത്തിന്റെ പൂർണ്ണരൂപം.